ഇവിടെ വന്നത് വളരെ 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 സന്തോഷമായിട്ട് വന്നു. എൻ്റെ നാട്ടിൽ ഞാൻ പോകുന്നത് പോലെ. എല്ലാവരും വികാരാധീനരാവുകയാണ്. ജാനിയമ്മ, ഞങ്ങളുടെ ഇന്ത്യൻ വോയിസിലേക്ക് തിരഞ്ഞെടുത്ത കുട്ടികളാണിത്. ഇവരെ ജാനകിയമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റേജിലേക്ക് വിളിക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നു. കുട്ടികളെല്ലാവരും നന്നായിട്ട് പാടും. ഒരു പക്ഷേ ആര് ജയിച്ചാലും ആരില്ലെങ്കിലും മനസ്സിൽ വേദന വേണ്ട. എന്തിനെങ്കിൽ അത് സഹജം അല്ലേ? ഓരോരുത്തർ ജയിക്കണം. എത്ര പേർ കാണുന്നു, എത്ര പേർ കേൾക്കുന്നു നിങ്ങളുടെ പാട്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ സന്തോഷപ്പെടണം. ആഹാ, ഞങ്ങളുടെ പാട്ട് എല്ലാവരും കേൾക്കുന്നല്ലോ എന്ന് സന്തോഷമായിട്ടിരിക്കണം. ഞങ്ങൾ ജയിച്ചിട്ടില്ല, ഇങ്ങനെ ഒന്നും മനസ്സിൽ വേണ്ട. അത് തന്നെ. നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന ശ്രീ രമേശ് നാരായണൻ സാർ, പ്രിയപ്പെട്ട വയലാർ ശരത് സാർ, പ്ലീസ്. ഒരു ഭാഗ്യമുള്ള ദിവസം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇന്ന് ഏറ്റവും ഭാഗ്യമുള്ളൊരു ദിവസം, അമ്മയുടെ കൂടെയുള്ള ദിവസം. ഗുരു ശിഷ്യ, അവരുടെ ശിഷ്യന്മാർ, ഇങ്ങനെ ഉള്ള ഒരു കാലമാണ് നമ്മുടെ ഭാരതീയ സംഗീതം, ഇന്ത്യൻ വോയിസ് ഉള്ളത്. ഗുരു ശിഷ്യ മാത്രമല്ല, അച്ഛനും മോനും കൂടെ. അച്ഛനെ ആരും മറക്കാതെ ഇപ്പോൾ ഇവർ കണ്ടിന്യൂ ചെയ്യുന്നു, ലിറിക്സ് കണ്ടിന്യൂ ചെയ്യുന്നു, നന്നായിട്ട് എഴുതി അവരുടെ പേരങ്ങനെ സ്ഥാപനം ചെയ്യുന്നു. എനിക്ക് தெரியாதே നീയേ എന്നിடம் ഓടി വാ കണ്ണാ 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 നീ എങ്കേ വാവ നീ എങ്കേ പോവാ